ഈ കൂട്ടായ്മയിൽ വന്നിരിക്കുന്ന എല്ലാവർക്കും വലിയ 2 അനുഗ്രഹങ്ങൾ സ്വർഗം തരാൻ ആഗ്രഹിക്കുകയാണ്. ആനന്ദവും പരിശുദ്ധാത്മാവിന്റെ വലിയ നിറവും. അപ്പൊ നമുക്കറിയാം, ശിഷ്യന്മാർക്ക് ആനന്ദവും പരിശുദ്ധാത്മ നിറവും കിട്ടിയെന്ന് പറയുമ്പോൾ അതിന് തൊട്ട് മുമ്പ് പുറകോട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കിയാൽ നമുക്കറിയാം 50-51 വചനങ്ങൾ നമുക്കൊന്ന് വായിക്കാം. എന്നാൽ യഹൂദന്മാരായ ബഹുമാന്യരായ ഭക്തസ്ത്രീകളെയും നഗരത്തിലെ പ്രമാണികളെയും പ്രേരിപ്പിച്ച് പൗലോസിനും ബാർന്നബാസിനും എതിരായി പീഡനം ഇളക്കി വിടുകയും അവരെ ആ നാട്ടിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു. അവർ തങ്ങളുടെ പാദങ്ങളിലെ പൊടി അവർക്കെതിരായി തട്ടിക്കളഞ്ഞിട്ട് ഇക്കോണിയത്തിലേക്ക് പോയി. ശിഷ്യന്മാർ ആനന്ദം കൊണ്ടും പരിശുദ്ധാത്മാവ് കൊണ്ടും നിറഞ്ഞവരായി മാറി. പ്രിയപ്പെട്ടവരെ, ഇവിടെ നമ്മൾ കാണുക, ശിഷ്യന്മാരെ വാനോളം ഉയർത്തി എല്ലാവരും അംഗീകരിച്ചതായിട്ടല്ല കാണുക. എപ്പോഴാണ് ആനന്ദം ഉണ്ടായത്? ശിഷ്യന്മാർ ആനന്ദം കൊണ്ടും പരിശുദ്ധാത്മാവ് കൊണ്ടും നിറഞ്ഞവരാണ് എഴുതി വെക്കും. പുറകോട്ട് വചനം വായിക്കുമ്പോൾ അവരെ കുറിച്ച് ദൂഷണം പറഞ്ഞു പുറത്താക്കിയും അവരെ എതിർത്തും സംസാരിച്ച് കഴിഞ്ഞപ്പോൾ വചനം എഴുതി വെച്ചിരിക്കുകയാണ്, ശിഷ്യന്മാർ ആനന്ദം കൊണ്ടും പരിശുദ്ധാത്മാവ് കൊണ്ടും നിറഞ്ഞവരായി മാറിയെന്ന്. ഇന്ന് ഞാൻ നിങ്ങളൊക്കെ വചനം കേൾക്കുമ്പോഴും നമ്മുടെ ജീവിതത്തിലേക്ക് ആഴത്തിൽ ചിന്തിക്കുമ്പോഴും എനിക്കും നിങ്ങൾക്കും ഇല്ലാതെ പോകുന്ന ഒരു കൃപയാണിത്. നമ്മളെ കുറിച്ച് ദൂഷണം പറയുമ്പോൾ മുഖം വാടും, നമ്മളെ കുറിച്ച് കുറ്റപ്പെടുത്തുമ്പോൾ നമുക്കൊരു സങ്കടം ഉണ്ടാകും. യഥാർത്ഥമായ ആനന്ദം ഇല്ലാത്തൊരവസ്ഥ നമുക്കുണ്ട്. ശിഷ്യന്മാർക്ക് ആനന്ദം ഉണ്ടായി, ഉള്ളിൽ ആനന്ദം നിറഞ്ഞത്, പരിശുദ്ധാത്മാവ് നിറഞ്ഞത് നമ്മളെ കുറിച്ച് അവരെ കുറിച്ച് ദൂഷണം പറഞ്ഞപ്പോഴാണ്. പ്രിയപ്പെട്ടവർ, അങ്ങനെയാണെങ്കിൽ ഞാനും നിങ്ങളും ഒക്കെ ഇന്ന് ആനന്ദം കൊണ്ട് നിറഞ്ഞവരായിട്ട് മാറേണ്ടവരാണ്. പരിശുദ്ധാത്മാവ് നിറഞ്ഞു കവിഞ്ഞ് ഒഴുകേണ്ടവർ. കാരണം അത്രമാത്രം ദൂഷണങ്ങളും കുറ്റപ്പെടുത്തലുകളും മാറ്റിനിർത്തലുകളും ഒക്കെ എനിക്ക് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എവിടെയോ എന്റെയും നിങ്ങളുടെയും ആനന്ദവും പരിശുദ്ധാത്മ നിറവും ഒക്കെ കുറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഈ ശിഷ്യന്മാരെ ഈ ആനന്ദത്തിലേക്കും പരിശുദ്ധാത്മ നിറവിലേക്കും ഒരുക്കിയ ഒരു വ്യക്തിയെ കുറിച്ച് അപ്പസ്തോല പ്രവർത്തനം 1-ാം അധ്യായം 14-ാമത്തെ വചനം. അപ്പസ്തോല പ്രവർത്തനം 1:14 ഇവർ ഏക മനസ്സോടെ യേശുവിന്റെ അമ്മയായ മറിയത്തോടും മറ്റു സ്ത്രീകളോടും അവരുടെ സഹോദരരോടുമൊപ്പം പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു. അപ്പോൾ അവരുടെ സെന്ററിൽ അവരെ ഒരുക്കാൻ ഒരാൾ ഇരിപ്പുണ്ടായിരുന്നു, പരിശുദ്ധ അമ്മ. സ്വർഗാരോപണ തിരുനാളിന് വേണ്ടി ഒരുങ്ങുമ്പോൾ പരിശുദ്ധ അമ്മ എന്നോടും നിങ്ങളോടുമായി പറയുകയാണ്, പ്രിയപ്പെട്ട മക്കളെ, എന്നോട് പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് തരാൻ 2 വലിയ സമ്മാനങ്ങൾ. ഒന്ന്, നിങ്ങളുടെ ഹൃദയം നിറയെ ആനന്ദം, നിങ്ങളുടെ ജീവിതം നിറയെ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാനുള്ള വലിയ കൃപ. ഈ 2 കാര്യങ്ങൾ ഈ സ്വർഗാരോപണ തിരുനാളിന് വേണ്ടി ഒരുങ്ങുമ്പോൾ നമ്മൾ അമ്മയോട് ചോദിക്കണം. എനിക്കൊരു വീട് കിട്ടണ എന്നല്ല, പരിശുദ്ധ അമ്മേ എനിക്ക് വലിയ ആനന്ദം തരണം, എനിക്ക് പരിശുദ്ധാത്മ നിറവ് കിട്ടാനുള്ള വലിയ കൃപ, അതിനുള്ള ഒരു ഒരുക്കം നീ എനിക്ക് തരണം. കാരണം അമ്മയുടെ ജീവിതത്തിൽ ഇത് 2 ഉണ്ട്. നമുക്കറിയാം, നമുക്ക് വചനങ്ങളെ നമ്മൾ ഒത്തിരി ഒരുപാട് ടോക്കുകൾ പരിശുദ്ധ അമ്മയെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും ഒത്തിരി ഞാൻ പറയുന്നില്ല. എനിക്ക് നിങ്ങൾക്കും അറിയാവുന്ന ഒരു വചനമുണ്ട്, ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം. അമ്മയെ കുറിച്ച് പറയുമ്പോൾ അമ്മയുടെ മാഗ്നിഫിക്കാത്തില് നമ്മളെല്ലാം ആവർത്തിച്ച് പറഞ്ഞ് പല ടോക്കുകളിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 45-ാമത്തെ വചനം മറിയം പറഞ്ഞു, എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എന്റെ ചിത്തം എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. 2 വചനങ്ങൾ. അമ്മ പറഞ്ഞത്, എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എന്റെ ചിത്തം എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അപ്പോൾ ഈ ആനന്ദം എവിടുന്ന ശിഷ്യന്മാർക്ക് കിട്ടിയേ? ഈ ഒരു ആനന്ദം പരിശുദ്ധ അമ്മയിലുണ്ട്. അപ്പോൾ ഈ പരിശുദ്ധ അമ്മയെ കുറിച്ച് നമ്മൾ ഇംഗ്ലീഷ് ബൈബിളും കൂടി എടുത്തു നോക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ ആ ഒരു കാര്യം, ഈ വചനത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞേ, മൈ സോൾ, എന്റെ ആത്മാവ്, എന്റെ സ്പിരിറ്റ്. അവിടെ 2 കാര്യങ്ങളാണ് പറയാം വചനം ഇങ്ങനെ, മൈ സോൾ പ്രൊക്ലെയിംസ് ദ ഗ്രേറ്റ്നെസ് ഓഫ് ദ ലോർഡ്. എന്റെ സോള് എന്ത് ചെയ്യുവാണ്? പ്രൊക്ലെയിംസ് ദ ഗ്രേറ്റ്നെസ് ഓഫ് ദ ലോർഡ്. കർത്താവിന്റെ വലിയ മഹത്വത്തെ പ്രൊക്ലെയിം ചെയ്യുകയാണ്. അമ്മ പറഞ്ഞതാണ്. എന്നിട്ട് അടുത്ത വചനം ഇതാണ്, മൈ സ്പിരിറ്റ് റിജോയ്സ് ഇൻ ഗോഡ് മൈ സേവിയർ. എന്റെ രക്ഷകനായ ദൈവത്തിൽ എന്റെ ചിത്തം ആനന്ദിക്കും. അപ്പൊ 2 വാക്കുകളാണ് നമ്മൾ കാണുന്നത്, ഒന്ന് സോള്, ഒന്ന് സ്പിരിറ്റ്. 2 കാര്യങ്ങൾ കാണുമ്പോൾ ഈ 2ഉം തമ്മിൽ എന്താണ് ബന്ധം? നമുക്ക് എനിക്ക് ഈ വചനം വായിച്ചപ്പോ നമുക്കിത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയ ഒരു കാര്യമാണ്. ഞാനൊരു കത്തോലിക്ക സഭയുടെ ഒരു പഠനം, അതാണ് നിങ്ങളോട് ഇപ്പൊ ഞാൻ പറയാൻ ആഗ്രഹിക്കുക. അവിടെ ഇങ്ങനെയാണ്, നമുക്കറിയാം പരിശുദ്ധ അമ്മ കർത്താവിന്റെ ഹൃദയത്തിൽ സ്ഥാനം പിടിച്ചവളാണ് അമ്മ. അപ്പോൾ അമ്മയുടെ ഹൃദയം നിറയെ ആനന്ദമാണ്, അമ്മയുടെ ഹൃദയം നിറച്ച് ആനന്ദമാണ്. അപ്പോ അമ്മ ദൈവത്തിന്റെ വലുപ്പത്തെ കുറിച്ച് തിരിച്ചറിഞ്ഞ ഒരു വ്യക്തിയാണ് പരിശുദ്ധ. ദൈവത്തിന്റെ വലുപ്പം അമ്മയ്ക്ക് അറിയാം. അതെങ്ങനെയാ അറിയുന്നത്? നമുക്കിവിടെ കാണാൻ പറ്റും. ഇത് ഈ എന്റെ ആത്മാവ്, എന്റെ ചിത്തം, 2 കാര്യങ്ങൾ, സോൾ ആൻഡ് സ്പിരിറ്റ് എന്ന് പറയുമ്പോൾ, ഒന്ന് പരിശുദ്ധ അമ്മയുടെ ആക്ഷനും ദൈവത്തിന്റെ ആക്ഷനും, അമ്മയുടെ പ്രവൃത്തിയും ദൈവത്തിന്റെ പ്രവൃത്തി, ഈ 2 പ്രവൃത്തികളും ചേർന്നാണ് അമ്മ ആനന്ദിക്കുന്നത്.
എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം. അതിങ്ങനെയാണ്. അമ്മ പറയുകയാണ്, എന്റെ സോൾ എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യന്റെ ഹ്യൂമൻ എബിലിറ്റീസ് മൊത്തം, ഒരു മനുഷ്യനായ വ്യക്തി, ഒരു സോൾ എന്ന് പറയുമ്പോൾ എടുത്തോളുക, ഒരു മനുഷ്യന്റെ മുഴുവൻ എബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ ആ വ്യക്തിയുടെ മൈൻഡ്, ആ വ്യക്തിയുടെ വില്ല്, ആ വ്യക്തിയുടെ ഇമോഷൻ, ആ വ്യക്തിയുടെ ഡിസൈഡ്സ്, ഈ എല്ലാ കാര്യങ്ങളും മുഴുവൻ ചേർത്ത് വെച്ചിട്ട് അമ്മ പറഞ്ഞു, എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തും. ഇത് അമ്മ പറഞ്ഞാണ്. അമ്മയുടെ മനസ്സ്, വില്ല്, ഇമോഷൻസ്, ഫീലിങ്സ്, ഡിസൈഡ്സ്, എല്ലാ ആഗ്രഹങ്ങളും ദൈവത്തെ മഹത്വപ്പെടുത്താൻ വേണ്ടി മാത്രമേ. അതാണ് അമ്മ ആ പറയുന്ന എന്തിനാ ഒറ്റയടിക്ക് പറഞ്ഞാൽ പോരെ, എന്റെ ആത്മാവ്, എന്റെ ചിത്തം. പക്ഷെ അമ്മ രണ്ടായിട്ട് പറഞ്ഞു, എന്റെ ചിത്തം ദൈവത്തിൽ ആനന്ദിക്കും, എന്റെ സ്പിരിറ്റ്. അപ്പൊ സോളും സ്പിരിറ്റും രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്. സോൾ എന്ന് പറയുമ്പോൾ ഹ്യൂമൻ എബിലിറ്റീസ് മൊത്തം അതിനകത്ത് കിടക്കുകയാണ്. മൈൻഡും വില്ലും ഡിസൈറും ഫീലിങ്സും എല്ലാം ഉണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അവളുടെ ഹ്യൂമാനിറ്റിയാണ് നമ്മൾ കാണുക. ആ മനുഷ്യനായ വ്യക്തിയുടെ ഒരു വില്ല്, ആഗ്രഹം, ഫീലിങ്സ് എല്ലാം ഉണ്ട്. ആ മുഴുവൻ കപ്പാസിറ്റിയും ചേർത്ത് വെച്ചിട്ട് അവള് പറഞ്ഞു, പ്രൊക്ലെയിംസ്, കർത്താവെ ഞാൻ നിന്നെ പ്രഘോഷിക്കുകയാണ്, ഞാൻ നിന്നെ മഹത്വപ്പെടുത്തുവാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ ആരാധനയിൽ കടന്നു വരുമ്പോൾ, ഞാൻ നിങ്ങളൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ ഇത് ചെയ്യും. അപ്പൊ ഞാൻ ഇങ്ങനെ ഇതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് എന്റെ മുറി കയറി വന്നപ്പോ എനിക്ക് ഇങ്ങനെ ഒരു പുസ്തകമുണ്ട്. അപ്പൊ ഈ പുസ്തകത്തിൽ സാധാരണഗതിയിൽ നമുക്കൊക്കെ അറിയാം, ലോകത്തിന് വേണ്ടി നമ്മുടെ നാടിന്റെ കരുണയുടെ സന്ദേശം സാധാരണ ആളുകളുടെ കയ്യിൽ ഉണ്ടാകാറുണ്ട്. ഇനി ഇല്ലെങ്കിൽ നിങ്ങൾ ഇത് മേടിച്ച് വായിക്കാൻ നല്ലതാണ്. ഈ പുസ്തകത്തിൽ ഞാൻ ഇത് കണ്ടു കിട്ടിയ നാൾ തൊട്ട് ഞാൻ ഈ പുസ്തകത്തിൽ നിന്ന് എന്റെ കർത്താവെ, എന്നോട് മാതാവെ സംസാരിക്കണമെന്ന് പറഞ്ഞ് എന്ന് സംസാരിച്ചാലും ഞാൻ എന്റെ മനസ്സിൽ ചിന്തിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ എന്റെ അവസ്ഥ എന്താണ്, അത് അതേപടി ഞാൻ എൻ്റെ അകത്ത് കണ്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇന്ന് എന്താണ് എന്നോട് ഈ അമ്മ പറയാൻ ആഗ്രഹിക്കുന്നത്, ഇന്ന് എന്തായാലും ഈ വചനം പറയാൻ, ടോക്ക് പറയണം, എന്താ പറയാൻ ആഗ്രഹിക്കും. അപ്പൊ എനിക്ക് തന്ന ഈ ഭാഗം ഇതാണ്. എന്നെ ഇത് ഒത്തിരി അങ്ങോട്ട് സ്വാധീനിച്ചു. അതായത് ഞാൻ ഈ ചിന്തിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യമാണ് പറയുന്നത്. ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, എന്റെ പ്രിയ കുഞ്ഞെ, നീ അക്ഷമയാകുമ്പോൾ ഞാൻ ദുഃഖിതയാകും. മാതാവ് പറയാണ്, ഞാനൊരു അമ്മയാണ്, ഞാൻ നിന്നെ നോക്കുകയും പുഞ്ചിരി തൂക്കുകയും ചെയ്യുകയാണ്. മാതാവ് പറയാണ്. എന്നിട്ട് പറഞ്ഞു, സാവധാനം പ്രാർത്ഥിക്കുക, സമയമെടുത്ത് പ്രാർത്ഥിക്കുക. നീ ചെറിയ കുഞ്ഞാണ്, അതിനാൽ നീ പ്രാർത്ഥിക്കുമ്പോൾ മാധുര്യമുള്ളവളായിരിക്കണമെന്നാണ് എന്റെ ആഗ്രഹം. അതാ പറഞ്ഞാണ്, നീ പ്രാർത്ഥിക്കുമ്പോ എന്ത് ചെയ്യണം, നീ എന്നെ സന്തോഷിപ്പിക്കേണ്ടത് മാത്രം ചിന്തിക്കുക, സന്തോഷത്തോടെ നീ പ്രാർത്ഥിക്കുക. അതാ പറഞ്ഞത്. എന്താ മാതാവ് പറഞ്ഞേ, എന്റെ ചിത്തം എന്റെ രക്ഷകനായ ദൈവത്തിലാണ്. അമ്മയുടെ പ്രാർത്ഥനയാണ്, സ്തോത്രഗീതമാണ്. അപ്പൊ ഞാനും നിങ്ങളും പ്രാർത്ഥിക്കും, എന്ത് ചെയ്യണം, സന്തോഷത്തോടെ പ്രാർത്ഥിക്കും. എന്റെ ആത്മാവിൽ സന്തോഷമാണ്. നമ്മൾ ഇവിടെ ഇരിക്കുന്ന പലരെ ഒന്ന് എടുത്തു ചോദിച്ചാൽ കണ്ണുനീരോടെയുള്ള പ്രാർത്ഥന, സന്തോഷിക്കുന്ന പ്രാർത്ഥന വളരെ കുറവാണ്. എപ്പോഴെങ്കിലും പള്ളിയിൽ പോയെന്നുകൊണ്ട് ചിരിച്ചോണ്ട് പ്രാർത്ഥിക്കാൻ പറ്റിയവരുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരുന്നുണ്ട്. ചിരിച്ചോണ്ട് 100,000 കാര്യങ്ങൾ ചിന്തിച്ച് ഗൗരവത്തിലിരിക്കും. അത് നടന്നില്ലെങ്കിൽ എന്തു ചെയ്യും കർത്താവെ, പരിശുദ്ധാത്മ വന്നില്ലെങ്കിലും, അല്ലെ? നമ്മൾ അങ്ങനെയല്ലേ, കർത്താവിനെ സ്തുതിക്കാൻ പറഞ്ഞാൽ നമ്മൾ കണ്ണടച്ച് എന്തോ വലിയ കാര്യം നമ്മുടെ കയ്യിലോട്ട് കെട്ടിപ്പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നത് പോലെ നമ്മൾ പ്രാർത്ഥിക്കണം. അപ്പൊ മാതാവ് പറയാ, എന്റെ അടുത്ത് ഇരിക്കുമ്പോൾ സന്തോഷത്തോടെ ഇരിക്കും, മാധുര്യമുള്ളവളായിട്ടിരിക്കും. ശരിയാ, ഞാനും ചിന്തിച്ചു, ഇത് കിട്ടിയില്ലേ, ശരിയാകില്ല കർത്താവ്, ഈ വരം തരണേ കർത്താവ്, അവര് മാനസാന്തരപ്പെടണേ. ഇങ്ങനെ എനിക്ക് സന്തോഷമില്ല. അതായത് എനിക്ക് സന്തോഷത്തോടെ പ്രാർത്ഥിക്കാൻ. അതാണ് മാതാവ് പറഞ്ഞത്, സാവധാനം പ്രാർത്ഥിക്കുക. നീ സമയമെടുത്ത് പ്രാർത്ഥിച്ചോ, പക്ഷെ നീ മാധുര്യമുള്ളവളായിട്ട് പ്രാർത്ഥിക്കണം. എന്നിട്ട് മാതാവ് പറഞ്ഞു, ഞാൻ ഇവിടെ എന്താ ചെയ്യുന്നത് ചിന്തിച്ചുകൊണ്ടിരിക്കേണ്ട നീ. ഞാൻ എന്താണ് ഇവിടെ ചെയ്യുന്നത്, നീ എന്തിനാ ചിന്തിക്കുന്നേ? എന്നെ സ്നേഹിക്കുകയാണെന്ന് വാസ്തവത്തിൽ നീ ആഗ്രഹിച്ചുകൊണ്ട് നീ എന്റെ കൂടെ ആയിരിക്കും. അങ്ങനെയാണ് പരിശുദ്ധ അമ്മ എന്നോട് പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, അപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി, നമ്മൾ പ്രാർത്ഥിക്കുമ്പോ സന്തോഷത്തോടെ പ്രാർത്ഥിക്കണം, പരിശുദ്ധാത്മാവിന്റെ നിറവിന് വേണ്ടി പ്രാർത്ഥിക്കാം. അപ്പൊ അത് ഞാൻ തിരിച്ചറിഞ്ഞത്, ഞാൻ ഓർക്കുന്നു, ഞാൻ ചെറിയ സിസ്റ്റർ ആ സമയത്ത് ഞങ്ങൾക്ക് ധ്യാനം നടക്കും. അപ്പൊ വലിയ പ്രാർത്ഥനയൊന്നും ഇല്ലാത്തൊരു സിസ്റ്ററും കൂടി എന്റെ കൂടെ ഉണ്ട്. എന്ന് പറഞ്ഞാൽ സാധാരണ പ്രാർത്ഥനയൊക്കെ ഉണ്ട്, പക്ഷേ സിസ്റ്ററിന് അങ്ങനെ വലിയ കാര്യങ്ങളൊന്നുമില്ല, കാര്യങ്ങളൊക്കെ ഓടിച്ചങ്ങ് പോകും സിസ്റ്റർ. അങ്ങനെ ഞങ്ങൾ ഈ ധ്യാനം നടക്കുന്ന സമയത്ത്, ആരാധനയുടെ സമയത്ത് ഭയങ്കരമായ പരിശുദ്ധാത്മാവിന്റെ അനോയിന്റിംഗ് ഒക്കെ വന്ന് എല്ലാവരും പ്രാർത്ഥിക്കുക. അപ്പൊ പ്രാർത്ഥിച്ചു നിൽക്കുമ്പോൾ എനിക്ക് അന്നത്തെ സമയത്ത് എനിക്ക് ഭാഷാപരമൊന്നുമില്ല. ഞാൻ സാധാരണ സിസ്റ്റർ, ഞാനോട് ഈശോയെ എനിക്ക് ഭാഷാപരമൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല, നിന്നെ സ്തുതിക്കാൻ കൃപ തരണം എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കും. അപ്പൊ എന്റെ അടുത്തിരിക്കുന്ന സിസ്റ്റർ പെട്ടേന്ന് പറഞ്ഞ് നിലത്തോട്ട് വീഴും. ഭയങ്കര വലിയ സിസ്റ്ററാ, ഭയങ്കര വണ്ണമൊക്കെയാണ്, നിലത്തോട്ട് വീഴും. അപ്പൊ എല്ലാവരും തിരിഞ്ഞു നോക്കുക. അപ്പൊ നിലത്ത് കിടന്നുകൊണ്ട് സിസ്റ്റർ കൊച്ചു പിള്ളേരെ പോലെ ചിരിക്കുക, ഭയങ്കരമായിട്ട് ചിരിക്കുക. അപ്പൊ ഞാൻ ഇതിന് ലൂസായി പോയോ കർത്താവേ, കാരണം ഭയങ്കരമായിട്ട് ചിരിക്കുന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഈ സിസ്റ്ററിന്റെ ജീവിതം മുഴുവൻ മാറി. സിസ്റ്റർ എന്നോട് പറയാണ്, ഞാൻ വീണ സമയം മുഴുവൻ എന്റെ മുമ്പിൽ ഈശോയും മാതാവും ചിരിച്ചോണ്ട് നിൽക്കുന്നത് ഞാൻ കാണുവാണ്. പിന്നെ എനിക്ക് ചിരിക്കാതിരിക്കാൻ പറ്റും?
അതായിരുന്നു അവളുടെ പ്രാർത്ഥന, പ്രിയപ്പെട്ടവരെ. അപ്പൊ ഞാനും നിങ്ങളും ഒക്കെ ദേവാലയത്തിലോട് ചെല്ലുമ്പോ എങ്ങനെ ആനന്ദത്തോടെ വിശുദ്ധ കുർബാനയെ പങ്കെടുക്കണം? നമ്മൾ അങ്ങനെ ഒരു കെട്ട് കാര്യങ്ങളുമായിട്ട് ചെന്ന് ചിരിച്ചോണ്ട് കുർബാന സ്വീകരിക്കാൻ പോകുന്ന എത്ര പേരുണ്ട്? ഭക്തി കൂടി കഴിയുമ്പോൾ നമ്മളെല്ലാം മറന്നു. ഈശോ നമ്മുടെ അടുത്തോട്ട് വരുമ്പോൾ നമ്മൾ എങ്ങനെയാ ചിരിച്ചോണ്ട് സ്വീകരിക്കണം? ആനന്ദം, സന്തോഷം. അതാണ് മാതാവ് എന്റെ ചിത്തം എന്റെ രക്ഷകന. എങ്ങനെയാ അമ്മ പറഞ്ഞപ്പോ ഒന്ന് ഓർത്ത് നോക്കിക്കാം. അമ്മയോട് പറഞ്ഞു, നീ കന്യകയാണെങ്കിലും നീ ഗർഭം ധരിക്കും, അതാ പറഞ്ഞത്. പക്ഷെ ആ ദൈവിക ദൂതിൽ അമ്മയ്ക്ക് ആനന്ദം ഉണ്ടായി. ഇന്ന് നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ ഈ ഒരു ആനന്ദം കുറഞ്ഞു പോയി, പ്രിയപ്പെട്ടവരെ. ശിഷ്യന്മാരെ അടിച്ച് പുറത്തിറക്കി വിട്ടപ്പോൾ അവർക്ക് എന്തുണ്ടായി? ആനന്ദമുണ്ട്. ഇതാണ് വിശുദ്ധരായ വ്യക്തികളും നമ്മൾ തമ്മിലുള്ള ബന്ധം. വ്യത്യാസം. കാര്യം പറഞ്ഞാൽ നമുക്ക് ഭയങ്കര പ്രാർത്ഥനയുണ്ട്, ഒരുപാട് പ്രയർ നമുക്കുണ്ട്. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഈ ആനന്ദത്തിന്റെ പ്രത്യേകതകൾ പലപ്പോഴും നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. മാതാവ് പറഞ്ഞു, ഇന്നോട് പറഞ്ഞാണ്, പ്രാർത്ഥിക്കുമ്പോൾ മാധുര്യമുള്ളവളായിട്ടിരിക്കുക, പ്രാർത്ഥിക്കുമ്പോൾ സന്തോഷമുള്ളവരായിട്ടിരിക്കുക. പ്രിയപ്പെട്ടവരെ, എന്റെ ചിത്തം എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. എങ്ങനെയാ? അമ്മയ്ക്കറിയാം ദൈവത്തിന്റെ വലിയ മഹത്വം. അപ്പൊ അമ്മ എന്ത് ചെയ്തു? മൈ സോൾ, എന്റെ സന്തോഷം, എന്റെ മനസ്സിന്റെ ആഗ്രഹങ്ങൾ, ഫീലിങ്സ്, ഇമോഷൻസ് എല്ലാം എടുത്തിട്ട് കർത്താവിനെ സ്തുതിച്ചു. പ്രിയപ്പെട്ടവരെ, ഈ ഹ്യൂമൻ എബിലിറ്റീസ് എല്ലാം എനിക്ക് നിങ്ങൾക്കും ഉണ്ട്. നമുക്കുണ്ട് വില്ല്, നമുക്കുണ്ട് മൈൻഡ്, നമുക്കുണ്ട് ഫീലിങ്സ്, നമുക്കുണ്ട് ഇമോഷൻസ്. ഇതെല്ലാം എടുത്തു വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അമ്മ ചെയ്ത കാര്യങ്ങൾ എന്തെന്ന് ചോദിച്ചാൽ, അമ്മയുടെ മനസ്സിൽ ദൈവത്തിന്റെ വലിയ മഹിമയെ അമ്മ കണ്ടു. അമ്മ ദൈവത്തെ സ്തുതിച്ചത് എങ്ങനെയാന്ന് ചോദിച്ചാൽ, അമ്മയുടെ മനസ്സിൽ എന്നെക്കാൾ ഒത്തിരി വലുത്. പക്ഷെ ഞാൻ ഒന്ന് നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. ദൈവത്തിനൊപ്പം പകരം വെക്കുന്ന, അല്ലെ ദൈവത്തിന് മുകളിൽ വെക്കുന്ന ഒത്തിരി കാര്യങ്ങളാണ് നമുക്ക് ചുറ്റും നമ്മൾ കാണുന്നത്. അല്ലെങ്കിൽ ഈ ദൈവം ഒരുപോലെ. ഇവിടെ നമുക്കറിയാലോ, റിലീജിയസ് എല്ലാ മതവും ഒന്നുപോലെ. അങ്ങനെയാ. ഇവിടെ ഇപ്പൊ അങ്ങനെയല്ല. അതുകൊണ്ട് നമുക്ക് ഒരാളെ കുറിച്ച് ഒരു കാര്യം പറയാൻ പറ്റില്ല, ഈശോയെ വലുതെന്ന് പറയാൻ പറ്റില്ല. എല്ലാത്തിനും പകരം വെച്ചു. കർത്താവിന് നമ്മൾ തുല്യതയിട്ടു, മറ്റൊന്നിനോട് നമ്മൾ തുല്യതപ്പെടുത്തി. ഈ മതം ഒന്ന്, ഈ മതം ഒന്ന്. അതുകൊണ്ട് ഈശോയും ഒന്ന്, ഖുറാനിലെ ദൈവം ഒന്ന്, അവിടുത്തെ ദൈവം ഒന്ന്, ഇവിടുത്തെ ദൈവം ഒന്ന്. എല്ലാത്തിനും തുല്യത വന്നു. അങ്ങനെ ദൈവത്തിന് തുല്യത വെച്ചു. അങ്ങനെ തുല്യത കാണുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും ദൈവത്തിന്റെ മഹത്വം കാണാൻ പറ്റില്ല. നമ്മുടെ കുടുംബങ്ങളിൽ നമ്മുടെ മക്കളുടെ സംസാരികതയിൽ നമുക്ക് കാണാൻ പറ്റും ദൈവത്തിന് ഒരു തുല്യതയാണ് മറ്റു പലരോടും തുല്യതപ്പെടുത്തിയവര്. അപ്പൊ എനിക്കോ നിങ്ങൾക്കോ ഒരിക്കലും ദൈവത്തിന്റെ തുല്യതയെ ദൈവത്തോട് ഒന്നിനോടും തുല്യതപ്പെടുത്താൻ പറ്റില്ല. പക്ഷെ നമ്മൾ ഇന്ന് അത് ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ്, നമ്മുടെ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ കർത്താവ് നമ്മളോട് പറയുകയാണ്, പ്രിയപ്പെട്ട മക്കളെ, നിന്റെ മനസ്സിൽ നീ ദൈവത്തെ സ്തുതിക്കാൻ ഈ ആനന്ദം നിനക്ക് വേണം. നീ എന്താ ചെയ്യണ്ടേ? നിന്റെ ദൈവത്തിന്റെ വലിയ മഹത്വം ഈ ഭൂമിയിൽ ഒന്നിനോടും തുല്യതപ്പെടുത്താൻ നിനക്ക് പറ്റില്ല. പക്ഷെ നിന്റെ കുഞ്ഞു മനസ്സിൽ നീ ചിന്തിക്കണം, അവൻ ഒത്തിരി വലുതാ, അവൻ ഒരുപാട് മഹത്വമുള്ളവനാ. ഈ കുഞ്ഞു മനസ്സിൽ അങ്ങനെ ചിന്തിച്ച് നിന്റെ ഇമോഷൻസിനെയും ഒക്കെ നീ ചിന്തിച്ചിട്ട് നിന്റെ അറിവിൽ നിനക്ക് എന്ത് അറിവാണോ കിട്ടിയിരിക്കുന്നത് ആ അറിവില് നീ ദൈവത്തിന്റെ മഹത്വത്തെ കുറിച്ച് ചിന്തിക്കണം. നിനക്ക് എന്തറിവ്? ചെറിയ അറിവായിരിക്കും ചിലപ്പോൾ എനിക്ക് നിങ്ങൾക്കും ഉള്ളത്. ആ ചെറിയ അറിവില്, ആ അക്നോളജ്മെന്റില് കർത്താവിനെ കുറിച്ച് ഞാനും നിങ്ങളും തിരിച്ചറിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തിന്റെ മഹത്വത്തെ ഒന്ന് സ്തുതിക്കണം. അപ്പൊ നമുക്ക് സന്തോഷത്തോടെ സ്തുതിക്കാൻ പറ്റും. നമ്മുടെ കർത്താവ് രാജാതിരാജനായി ആനന്ദത്തോടെ എഴുന്നള്ളിയിരിക്കുന്ന നമ്മുടെ കർത്താവിന്റെ വലിയ മഹത്വത്തെ നോക്കി നമുക്ക് ദൈവത്തെ സ്തുതിക്കാൻ പറ്റും. ആ ഒരു സ്തുതിപ്പിലാണ് ഈ മൈ സോൾ പ്രൊക്ലെയിംസ് ദ ഗ്രേറ്റ്നെസ് ഓഫ് ദി ലോർഡ്, കർത്താവിന്റെ വലിയ മഹത്വത്തെ മഹത്വപ്പെടുന്നത്. അപ്പോൾ എല്ലാ മക്കളും ഒന്ന് കണ്ണുകൾ അടച്ച്. നമുക്കെല്ലാം, എനിക്ക് നിങ്ങൾക്കൊക്കെ മനസ്സുണ്ട്, ഫീലിങ്സ് ഉണ്ട്, ഇമോഷൻസ് ഉണ്ട്. എല്ലാം നമ്മുടെ കൊച്ചറിവ്, ദൈവത്തെ കുറിച്ച് ആരും ഒത്തിരി അറിവുള്ളവരാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. നമ്മളെല്ലാം തീർത്തും ചെറിയ ആളുകളാണ്. പക്ഷെ നമ്മുടെ കൊച്ചറിവില് നമ്മുടെ ദൈവത്തിന്റെ വലിയ മഹത്വത്തെ കണ്ട് ഒന്ന് സ്തുതിച്ചേ. പരിശുദ്ധ അമ്മയെ പോലെ സന്തോഷത്തോടെ ആ മഹത്വത്തെ ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ.
സന്തോഷത്തോടെ ദൈവത്തെ ആ ഒരു വലിയ കൃപ തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ അമ്മയുടെ കരം പിടിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകും. അമ്മയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ചിരിച്ചോണ്ടാണോ നിങ്ങൾ സ്തുതിച്ചത്? ആണോ? ചിരിച്ചോണ്ട് പ്രാർത്ഥിക്കണം. പള്ളിയിൽ ചെന്നാലും ചിരിച്ചോണ്ട് പ്രാർത്ഥിക്കണം. നമ്മൾ ആരും കരഞ്ഞ് നെടുവീർപ്പിട്ട് നിൽക്കുന്നവരല്ല. നമ്മൾ ചിരിച്ചോണ്ട് നമ്മുടെ ദൈവം അവന്റെ മുമ്പില് മാതാവ് എന്നോട് അതാ പറഞ്ഞു. കാരണം ഞാനും ഭയങ്കര സീരിയസ് ആയിട്ട് കർത്താവെ അവരെല്ലാം നഷ്ടപ്പെട്ടു പോകും, അവരെ രക്ഷിക്കണേ കർത്താവെ, അവരെ സുഖപ്പെടുത്തണേ. വേദനകൾ മനസ്സിലെടുത്ത് എല്ലാം സാധ്യമാകുന്നതിന്റെ മുമ്പിൽ പോയി നിൽക്കണം. ഇത് പകരം ഞാൻ കർത്താവിന് പറഞ്ഞു, നീ ഇതെല്ലാം എടുത്തോണ്ടിരിക്കുക, കർത്താവിന് കൊടുത്തിട്ട് ചിരിക്കണം. നമ്മുടെ ദൈവം ചെയ്യുന്ന വലിയ കാര്യങ്ങളെ ഓർത്ത് ചിരിക്കണം. നമ്മുടെ ദൈവം പരിശുദ്ധ അമ്മ ആ വചനം കേട്ടു. വചനം മാംസമായി തന്റെ ഉദരത്തിൽ അവതരിക്കുമെന്നുള്ള വലിയ മഹത്വം കണ്ട് സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിച്ചു. അതാണ് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എപ്പോ തന്നെ കിട്ടിയെന്നോർത്ത് സന്തോഷിക്കണം. അപ്പൊ നമ്മുടെ വിശ്വാസം എത്ര വലുതായിരിക്കണം. നമ്മുടെ സോള് ദൈവത്തെ സ്തുതിക്കുക എന്ന് പറയുമ്പോൾ ഇതുപോലെ അമ്മ നമ്മോട് പറയാം. അമ്മ സ്വർഗത്തിലേക്ക് ചെന്നപ്പോ മാലാഖമാർ ആനന്ദിച്ചു, അവരോടി വന്ന് മുഴുകരിപ്പിച്ചു പരിശുദ്ധ അമ്മേനെ. കാരണം അവർ സന്തോഷിക്കും. അപ്പൊ ഞാനും നിങ്ങളും ഒക്കെ ഈ സ്വർഗാന തിരുനാളിന് വേണ്ടി ഒരുങ്ങുമ്പോൾ ഒരുപാട് സന്തോഷിക്കുന്നവരായിട്ട് മാറണം. വലിയ സന്തോഷം നിറഞ്ഞവരായിട്ട് നമ്മളെ കാണുമ്പോഴും എല്ലാവർക്കും സന്തോഷം ഉണ്ടാകാൻ വേണ്ടി ആ ഒരു കൃപ നമ്മൾ ഈശോയോട് ചോദിച്ചു മേടിക്കണം. ഈശോ അതെനിക്ക് നീ തരണേ എന്ന് പ്രാർത്ഥിക്കണം. രണ്ടാമതായിട്ട് നമ്മൾ കാണുക, മൈ സ്പിരിറ്റ് റിജോയ്സ് ഇൻ ഗോഡ് മൈ സേവർ. എന്റെ രക്ഷകനായ ദൈവത്തിൽ എന്റെ ചിത്തം ആനന്ദിച്ചു. എന്റെ ചിത്തം എന്റെ കർത്താവില് ആനന്ദിച്ചു. അപ്പോൾ ഈ ആനന്ദം പരിശുദ്ധാത്മാവിന്റെ വലിയൊരു പരിശുദ്ധാത്മാവിന്റെ വലിയ കൃപ നമ്മളിൽ നിറഞ്ഞിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. അപ്പൊ ശിഷ്യന്മാർ ആനന്ദത്താലും പരിശുദ്ധാത്മാവനാലും സന്തോഷത്തോടെ മടങ്ങിപ്പോയി, നിറഞ്ഞവരായിട്ട്. നമുക്ക് ഇത് തന്നെയാണ് അമ്മയോട് ചേർന്നിരിക്കുമ്പോ ഈ ഒരു ആനന്ദം പരിശുദ്ധ അമ്മയ്ക്കുന്നുണ്ട്. അതായത് പരിശുദ്ധാത്മാവിന്റെ വലിയൊരു കൃപ. ഇവിടെയാണ് ശുശ്രൂഷ വരം വരുന്നത്. ഈ എന്റെ സ്പിരിറ്റ് ദൈവത്തില് ആനന്ദിക്കണം. ദൈവത്തിൽ ആനന്ദിക്കുന്ന ഈ ഒരു തലം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിന്റെ വലിയ ഗ്ലോറി നിറഞ്ഞു നിൽക്കുന്ന സമയമാണ്. അപ്പൊ ഇത് എങ്ങനെയാണ് ഇത് സാധ്യമാകും? നമുക്കറിയാം, ഈ സ്പിരിറ്റ്, ഈ ആനന്ദം നിറഞ്ഞു നിൽക്കുമ്പോഴാണ് ഒരു വ്യക്തിക്ക് ഇവാഞ്ചലൈസേഷൻ ശുശ്രൂഷ ചെയ്യാനുള്ള കൃപ ദൈവം തരുന്നത്. അതുകൊണ്ടാണ് പരിശുദ്ധ അമ്മയെ ഈ സ്വർഗാരോഹണ തിരുനാളിന് വേണ്ടി നമ്മൾ ഒരുങ്ങി പ്രാർത്ഥിക്കുമ്പോൾ അമ്മയിലൂടെ നമുക്ക് കിട്ടുന്ന രണ്ട് വലിയ ഗിഫ്റ്റാണ്. ഒന്ന് വലിയ ആനന്ദം, പരിശുദ്ധമ്മയുടെ മധ്യസ്ഥം വഴി പരിശുദ്ധാത്മാവിന്റെ വലിയ കൃപ. ഈ രണ്ട് കാര്യങ്ങൾ, പരിശുദ്ധാത്മാവിന്റെ വലിയ കൃപ കിട്ടും അമ്മയുടെ മധ്യസ്ഥം വഴിയായി, അതുപോലെ ആനന്ദം കിട്ടും. ഇത് രണ്ടും ഉണ്ടെങ്കിലാണ് സുവിശേഷ വേല ചെയ്യാനുള്ള ഒരു കൃപ ദൈവം നമുക്ക് തരുന്നത്. പ്രിയപ്പെട്ടവർ, ആനന്ദമില്ലാതെ പോയി സുവിശേഷ വേല ചെയ്താ ഒരു കൃപയും കിട്ടിയാൽ, ഞാൻ ദൈവത്തിൽ ആനന്ദിക്കുമ്പോഴാണ് എന്റെ ദൈവം ആനന്ദമാണല്ലോ എന്ന് മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ ഇന്ന് വേറെ ഒരു കുടുംബം എന്നെ കാണാൻ വന്നു. അപ്പൊ ഞാൻ ആ കുടുംബത്തിന്റെ കൂടെ ജസ്റ്റ് പുറത്തു പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് നല്ല തീഷ്ണതയുള്ള ഒരു കൊച്ച. അപ്പൊ അവൻ എന്നോട് ചോദിക്കുകയാണ്, സിസ്റ്ററെ, പണ്ടൊരിക്കലും ഒത്തിരി വലിയൊരു കത്തോലിക്ക രാജ്യമല്ലേ ഇത്, ഇനി അതുപോലെ ഒരു തിരിച്ചുവരവ് ഉണ്ടാവുമോ? അവന്റെ ഒരു വേദനയിൽ നിന്ന് അവനോട് ചോദിക്കുവാണ്, അതുപോലെ ഒരു തിരിച്ചുവരവ് ഇനി UK സാധ്യമാവോ? അപ്പൊ ഞാൻ അവനോട് പറഞ്ഞു, സാധ്യമാകുമോ? നിങ്ങൾ എന്ത് പറയുന്നു? സാധ്യമാകുമോ? തിരിച്ചു വരാൻ പറ്റും അല്ലെ? തിരിച്ചു വരണം. എങ്ങനെ വരും? കുഞ്ഞുങ്ങളിലൂടെ. തിരിച്ചു വരാൻ ഒരാള് പോരെ? അതെ, ഒത്തിരി പേര് വേണം. നിങ്ങൾ എന്ത് പറയുന്നു? ഒരാള് മതിയോ? ഒത്തിരി പേര് വേണം? ഒരാള് മതി. പക്ഷെ ആൾ എങ്ങനെയുള്ള ആളായിരിക്കണം?
സെന്റ് പാട്രിക്കിന് അയർലൻഡിനെ മുഴുവൻ മാറ്റിയെടുക്കാൻ പറ്റിയില്ലേ? പറ്റിയില്ലേ? അതുപോലൊരാളാകണം ഞാനും നിങ്ങളും. അതുപോലൊരാള്. ഒരു തോമസ് ലീഗ ഇന്ത്യയിലേക്ക് വന്നപ്പോ മാറിയോ? ഞാനും നിങ്ങളും ഒക്കെ മാറിയില്ലേ? അപ്പൊ ഒരാള് മതി. പക്ഷെ തിരിച്ചു വരാൻ പറ്റും UK-ക്ക്. ഈ ലോകത്തിന് തിരിച്ചു വരാൻ പറ്റും ഈശോയിലേക്ക്. അനേകം ക്രൈസ്തവ രാജ്യങ്ങൾ ഇന്ന് അക്രൈസ്തവ രാജ്യമായി മാറിയിട്ടുണ്ടെങ്കിൽ തിരിച്ചു വരാൻ പറ്റും. പക്ഷെ ഒരാള്, ആ ഒരാൾ ആരാ? നമ്മളോരോരുത്തരും. ഞാനാകണം ആ ഒരാള്. ഞാൻ അവനോട് പറഞ്ഞടാ, നിനക്ക് പറ്റുമോ? നിനക്ക് പറ്റുമെങ്കിൽ ഇത് തിരിച്ചു വരും. ഇവിടെ ഇരിക്കുന്ന സുവിശേഷ വേലയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരോടും ഞാൻ പറയാ, നമ്മള് ഇതുപോലെ പറ്റിയാൽ അടി കിട്ടുമ്പോ സന്തോഷത്തോടെ ആനന്ദം കൊണ്ട് തുള്ളിച്ചാടുന്നവരായിട്ട് മാറാൻ പറ്റിയാൽ നിനക്ക് തിരിച്ചു വരാൻ പറ്റും. നിനക്കതിനെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. കൃപ, അത് കൃപയും ആനന്ദവും കത്തി ജ്വലിക്കുന്ന ഒരു ശിക്ഷയായി മാറാൻ എനിക്കോ നിങ്ങൾക്കോ പറ്റിയാൽ, പ്രിയപ്പെട്ടവരെ, എല്ലാം തിരിച്ചു വരും. എല്ലാം തിരിച്ചു വരും. ഒരു ദാനിയേല് മതിയായിരുന്നു ആ രാജ്യത്ത്. ഒരു ദാനിയേല്. അതുപോലെ ഈശോ ഇന്ന് പരിശുദ്ധ അമ്മയുടെ തിരുനാളിന് വേണ്ടി ഒരുങ്ങുമ്പോൾ നമ്മളോട് പറയാണ്, മക്കളെ, നിനക്ക് പറ്റുമോ? നീ അതിനു വേണ്ടി തയ്യാറാകണം. കർത്താവെ, അതിനു വേണ്ടി ഞങ്ങളെ സെലക്ട് ചെയ്യണേ എന്ന് പ്രാർത്ഥിക്കണേ. അതാണ് ആത്മാവിലുള്ള ഒരു ഫില്ലിംഗ് ഉണ്ടല്ലോ. പരിശുദ്ധാത്മാവിന്റെ ഒരു ഫില്ലിംഗ് നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. നമ്മൾ പറയും ഒത്തിരി വരങ്ങൾ വന്നു, അത് വന്നു, ഇത് വന്നു, പക്ഷെ അതിലൊന്നും ആയിട്ടില്ല. ആ നിറഞ്ഞു കവിഞ്ഞൊഴുകുന്ന ഒരു ലെവലിലേക്ക് നമ്മൾ എത്തിയില്ല. ആ ഒരു ലെവലിലേക്ക് ഒരാൾ എത്തിയാൽ മതി. നമുക്ക് എവിടെയൊക്കെ കുഞ്ഞു കുഞ്ഞു കഷണങ്ങൾ കിട്ടിയിട്ടുണ്ട്. ചെറിയ കോപ്പയ്ക്കകത്ത് എല്ലാവരും മേടിച്ചുകൊണ്ട് നടക്കുക. എന്നിട്ട് അവർ ഓർക്കുന്നത് ഇതെന്തോ വലിയ കൊട്ടകത്തിലിരിക്കുന്ന പോലെയാണ് കുളിച്ചോണ്ടിരിക്കുക. നല്ല പ്രിയപ്പെട്ടവരെ, അല്ല. എനിക്ക് നിങ്ങൾക്ക് ചെറിയ കുഞ്ഞു കുഞ്ഞു കോപ്പയ്ക്ക്, ചെറുക്ക് ഹോമിയോ കുപ്പിക്കകത്തായിരിക്കും മിക്കവാറും നമുക്കറിയാം അല്ലേ. അത് ഒരു നിമിഷം എടുക്കുമ്പോഴേ തീർന്നു. ഇത്രയേ ഉള്ളൂ നമ്മുടെ അവസ്ഥ. പക്ഷെ അതുകൊണ്ട് കാര്യം വലിയ കൊട്ടകത്തിൽ വലിയ കടൽ പോലെ കിട്ടിയാൽ എല്ലാവരെയും മുക്കാൻ പറ്റുള്ളൂ. അപ്പൊ അത്രമാത്രം ആത്മാവിന്റെ അനോയിന്റിങ്ങും ആനന്ദത്തിന്റെ നിറവുള്ള ഒരു വ്യക്തിയായി ഞാൻ നിങ്ങൾ മാറണം. അത് ഈശോയോട് ചോദിക്കണം, ഈശോ അതുപോലൊരു കൃപ നീ എനിക്ക് തരണം. പരിശുദ്ധ അമ്മ നമ്മളെ സഹായിക്കും. കാരണം അമ്മ അതുപോലായിരുന്നു. ഈ അമ്മ ആനന്ദവും പരിശുദ്ധാത്മാവും നിറഞ്ഞവളായതുകൊണ്ട് നമുക്കറിയാം അമ്മയുടെ ആദ്യത്തെ യാത്ര എലീശാമ്മയുടെ വീട്ടിലേക്ക്. വചനമൊന്നും വായിക്കേണ്ട കാലം നമുക്കറിയാം. ലൂക്കായുടെ സുവിശേഷം 1:39 വചനങ്ങളില് അവിടെ ചെന്നപ്പോ എലീശാമ്മയ്ക്ക് ഒത്തിരി സങ്കടങ്ങളുണ്ട്. പുറത്തിറങ്ങാൻ പറ്റാതെ അപമാനം വലയിരിക്കുന്നു. കെട്ടിയോ മിണ്ടുന്നില്ല. എല്ലാ വിധത്തിലും സങ്കടങ്ങൾ. പണി തന്നെ ഒറ്റയ്ക്ക് ചെയ്യേണ്ട വരുമായിരിക്കും. ഒരു ഭാര്യ വന്നിട്ട് പറഞ്ഞു, എന്റെ സിസ്റ്ററെ, ചേട്ടായിയോട് ഒരു കാര്യം പറഞ്ഞാൽ മതി, എന്നോട് ഇച്ചിരി നേരം എന്നെ ഒന്ന് സഹായിക്കാൻ മാത്രം സിസ്റ്റർ പറഞ്ഞാൽ മതി. അതാണ് അവളുടെ ഏക റിക്വസ്റ്റ്. അതുപോലെ അന്ന് എലിസബത്തിന് തോന്നിക്കാണും. കാരണം മിണ്ടാമൂളിയായി പോയ സക്കറിയ ഒരു പണിയും ചെയ്യുന്ന കാണിയല്ല. വലിയ വയറും വെച്ച് അവള് പണി ചെയ്യും. അപ്പൊ ഇഷ്ടംപോലെ സങ്കടങ്ങള്, അപമാനഭാരം, വിഷമം, ഒളിച്ചിരിക്കുന്ന ജീവിതം, ഇങ്ങനെ ഇരിക്കുന്ന സങ്കടങ്ങൾ നിറഞ്ഞ ഒരു സ്ഥലത്തോട്ട് ആനന്ദം കൊണ്ട് നിറഞ്ഞ പരിശുദ്ധ അമ്മ ചെല്ലുക. പരിശുദ്ധാത്മാ നിറഞ്ഞ പരിശുദ്ധ അമ്മ ചെല്ലുക. അവിടെ ആനന്ദമല്ലാതെ പിന്നീടൊന്നും നമ്മൾ കാണുന്നില്ല. ഇതുപോലൊരു തലമാണ് നമുക്കുണ്ടാവേണ്ടത് പ്രിയപ്പെട്ടവരെ. അതുപോലെ ലെവലിലേക്ക് ഈശോ നമ്മളെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുകയാണ്. നമ്മളെ ചെറിയ ചെറിയ അനുഭവങ്ങൾ നമുക്കുണ്ട്, പക്ഷെ അത് പോരാ. നമ്മളെ ചെറിയ അനുഭവം വലിയ അനുഭവമായിട്ട് കണ്ട് നമ്മൾ ഇരിക്കുകയാണ്. അതല്ല, വലുത് നമുക്ക് നേടിയെടുക്കണം. ഈ ഒരു ആനന്ദത്തിന്റെ ലെവലിലേക്ക് കർത്താവെ എന്നെ കൂട്ടിക്കൊണ്ട് പോകണം. വീണ്ടും അമ്മ പോയി കാനാലെ കല്യാണ വീരന്റെ വീട്ടിലേക്ക്. അവിടെ നിറച്ചു കുറവായിരുന്നു. വീഞ്ഞെല്ലാം തീർന്ന് തകരാൻ പോകുന്ന ഒരു ജീവിതം പോലെ നിൽക്കുമ്പോ അവിടെ ചെന്ന് സമൃദ്ധി ഒഴുക്കാൻ ഒരാനന്ദം നിറഞ്ഞ അമ്മയ്ക്ക് പറ്റി. ആനന്ദം ഉണ്ടെങ്കിലേ അത് പകരുള്ളൂ. എനിക്ക് നിങ്ങൾക്ക് ആ ഒരു തലം കിട്ടാനായിട്ട് ഇനി വേറെ അധ്വാനിക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത് പ്രിയപ്പെട്ടവരെ. കർത്താവെ, നഷ്ടപ്പെട്ടു പോകുന്ന അനേകം ജീവിതങ്ങളെ തിരിച്ചു പിടിക്കാനുള്ള ഒരു കൃപ നീ ഞങ്ങൾക്ക് തരണം. ആ ഒരു വ്യക്തിയായി മാറാൻ ഒരുപാട് ആനന്ദം നിറഞ്ഞ പരിശുദ്ധാത്മാവിന്റെ ഫില്ലിങ് എങ്ങും എത്തിയിട്ടില്ല കേട്ടോ. നമുക്ക് അറിയത്തില്ലാഞ്ഞിട്ട് നമ്മൾ ഓർക്ക് കൊണ്ട് നീ സ്പോഞ്ച് പോലെ ആത്മാവിന്റെ നിറമെന്ന് പറയുന്നത്. അത് ഓരോ കട്ടയിലും ഇറങ്ങിക്കഴിഞ്ഞു പെട്ടെന്ന് നമ്മൾ ഉയ്യോ നിറഞ്ഞു. ഒരു വലിയ ധ്യാനം കഴിഞ്ഞു, നിറഞ്ഞു കവിഞ്ഞിരിക്കുവാണ്. ഞെക്കുമ്പോഴത്തേക്ക് എല്ലാം പോയി മുത്തം തുളയായി മാറി, ഒന്നുമില്ല. അതുകൊണ്ട് ഞാനും നിങ്ങളും ചിന്തിക്കേണ്ട കാര്യമാണ്. നിറഞ്ഞു കവിഞ്ഞൊഴുകി ഒഴുകി ഒഴുകി എടുക്കുമ്പോൾ ഇനിയും ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു ലെവലിലേക്ക് പരിശുദ്ധാത്മാവിന്റെ നിറവ് നമുക്ക് വേണം. അമ്മയോട് ചോദിക്കണം, അമ്മേ, ഈ കാലഘട്ടത്തില് നഷ്ടപ്പെട്ടു പോയവരെ വീണ്ടെടുക്കാനുള്ള ശുശ്രൂഷ വരത്തിന്റെ വലിയ കൃപയുടെ ഒരു തായ് വേരായ ആനന്ദവും പരിശുദ്ധാത്മാവിന്റെ അനോയിന്റിങ്ങും എനിക്ക് തരണം. എനിക്ക് തരണം. എന്റെ ചുറ്റുപാടുള്ളവരെ തേടിയെടുക്കാനുള്ള കൃപ, ആ ഒരു വലിയ അനോയിന്റിങ് എനിക്ക് തരണേന്ന് നമുക്കെല്ലാം പ്രാർത്ഥിക്കണം പ്രിയപ്പെട്ടവരെ. അമ്മയുടെ ആ സ്പിരിറ്റ് ദൈവത്തിൽ ആനന്ദിച്ചതുപോലെ നമുക്ക് ആനന്ദിക്കാൻ പറ്റണം. നമ്മുടെ ജീവിതത്തിന്റെ ആരൊക്കെ കുറ്റപ്പെടുത്തുമ്പോൾ ഒന്ന് സന്തോഷിക്കാൻ, അത് വേറൊരു ലെവലാ. അത് പറ്റാറില്ല നമുക്ക്. അത് പറ്റണം. ആ ഒരു ലെവലിലേക്ക് നമ്മൾ എപ്പോ ഉയരും, എപ്പോ നമുക്ക് ആ ലെവലിലേക്ക് എത്താൻ പറ്റും? ഈശോയോട് ചോദിക്കാൻ.
നമുക്കെല്ലാം നമ്മുടെ സങ്കടങ്ങളിൽ നമ്മളിങ്ങനെ നിൽക്കുക. ഒരടി കിട്ടുമ്പോൾ തുള്ളിച്ചാടുന്ന, സന്തോഷിക്കുന്ന യഥാർത്ഥ പരിശുദ്ധാത്മാവിന്റെ ഗ്രേസ് കർത്താവെ ഞങ്ങൾക്ക് തരണേ. ഇനി നമുക്കെല്ലാം ഒന്ന് കണ്ണുകൾ അടയ്ക്കാം. നമ്മൾ ഇന്ന് പരിശുദ്ധ അമ്മയുടെ വലിയ മധ്യസ്ഥം വഴി 2 വലിയ കൃപകൾ കിട്ടാൻ ചോദിച്ച് പ്രാർത്ഥിക്കുക. ഒന്നാമത്തെ കാര്യം നമ്മൾ ചോദിച്ചു, കർത്താവെ വലിയ ആനന്ദമുള്ള വ്യക്തികളാക്കി ഞങ്ങളെ മാറ്റണം. 2, പരിശുദ്ധാത്മാവിന്റെ ഫില്ലിങ് എങ്ങും എത്തിയിട്ടില്ല ഞാനും നിങ്ങളും. ഈ 2 വലിയ കൃപകള് കർത്താവെ ഇന്ന് അമ്മയുടെ വലിയ മധ്യസ്ഥം വഴി ഞങ്ങൾക്ക് തരണം. ആ സഹിയോൻ ശാലയില്, ആ അപ്പർ റൂമില് പരിശുദ്ധ അമ്മയും ശിഷ്യരും ഒരുമിച്ചിരുന്നപ്പോൾ അവർക്ക് ഇതെല്ലാം കിട്ടി. നമ്മുടെ ഈ കുഞ്ഞു കൂട്ടായ്മയിലേക്ക് നമുക്ക് പരിശുദ്ധ അമ്മയെ വിളിക്കാം. നമ്മുടെ മധ്യത്തിൽ നമ്മുടെ പരിശുദ്ധ അമ്മ നിൽക്കട്ടെ. അമ്മേ, ഞങ്ങളെല്ലാവരും, ഞങ്ങൾ 63 പേരെ സമർപ്പിക്കുകയാണ്. ഞങ്ങളുടെ മധ്യത്തിൽ അമ്മ വന്ന് നിൽക്കണം. ഞങ്ങളിത് സഹിയോൻ ശാലയിലേക്ക് എന്നതുപോലെ ഞങ്ങളെല്ലാവരും ഇത് ഒരുമിച്ച് വരികയാണ്. ഒത്തിരി ആനന്ദം കുറഞ്ഞവരായിട്ട് ഞങ്ങൾ മാറിയിട്ടുണ്ട്. ഒരുപാട് ആത്മാവിന്റെ നിറവ് കുറഞ്ഞവരാണ് ഞങ്ങൾക്ക് ഇതൊന്നും പോരാ. കൊതിച്ചേ മക്കളെ, കൊതിച്ചേ, ഒരുപാട് എവിടെയൊക്കെ എത്തണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഏതൊക്കെ ദേശങ്ങളിലേക്ക് പോയി അനേകരെ നേടിയെടുക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ആ തലങ്ങളെല്ലാം സമർപ്പിച്ചുകൊണ്ട് ശക്തമായി സ്തുതിച്ചേ. പ്രാർത്ഥന വഴി ഇങ്ങനെ ഒത്തിരി വല നെയ്യുന്നതായിട്ട് എനിക്കൊരു ദർശനം തരികയാണ്. 8 കാലി ഇങ്ങനെ ഒത്തിരി വല നെയ്യും. എന്നിട്ട് ഈശോനോട് പറയുകയാണ്, അതിന് കുറെ ദിവസം എടുത്തായിരിക്കും ചിലപ്പോൾ അത് വല, ചിലപ്പോൾ കുറച്ച് സമയം എടുത്തായിരിക്കും, പക്ഷെ അത് അതിന്റെ പ്രവൃത്തിയിൽ വളരെ ശ്രദ്ധാലുവാണെന്ന് ഈശോനോട് പറയുകയാണ്. ഞാൻ ഒരിക്കലും 8 കാലിയെ കുറിച്ച് സമയത്ത് ചിന്തിച്ചിട്ടില്ല. ഈശോ എന്നെ കാണിച്ചു തരികയാണ്. പ്രിയപ്പെട്ടവരെ, ഈശോ നമ്മളോട് പറയുകയാണ്, നമ്മുടെ പരിശ്രമം, നമ്മുടെ ഏകാഗ്രത, നമ്മുടെ ഫോക്കസ്, ഇതെല്ലാം നമുക്ക് ഈശോയുടെ കാര്യങ്ങളിലോട്ടൊന്ന് കൊടുക്കാം. പ്രിയപ്പെട്ടവരെ, എവിടെയെങ്കിലും അതൊന്ന് കുഴഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ, ഈശോയെ ആ ഫോക്കസ് മാറിപ്പോയോ കർത്താവേ, ഞങ്ങൾക്കെല്ലാവർക്കും കർത്താവേ വലിയ വലിയ കൃപ ഈശോയെ നിനക്ക് വേണ്ടി അധ്വാനിക്കാനുള്ള കൃപ തരണേ എന്ന് പ്രാർത്ഥിച്ച മക്കൾ. അനേകരുടെ ഹൃദയങ്ങളിൽ ഈശോ ജനിക്കണം. അതിനുവേണ്ടി എന്തും ചെയ്യാൻ ശുശ്രൂഷ വരം തരണേ കർത്താവെ. തകർക്കപ്പെടുന്ന ഒരവസ്ഥകളുണ്ടാകും ചിലപ്പോൾ. ഈശോയെ കൃപ തരണേ ഈശോ. കർത്താവെ കൃപ തരണേ. എല്ലാ മക്കളും ചോദിക്കട്ടെ. ശുശ്രൂഷ വരെ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ഉള്ളുരുകി ചോദിച്ചു പ്രാർത്ഥിക്കണം. കർത്താവെ, 1000ങ്ങളെ നേടിയെടുക്കാൻ, 10,000ങ്ങളെ നേടിയെടുക്കാൻ ഈശോയെ എനിക്ക് കൃപ തരണേ ഈശോയെ. കർത്താവെ, ഞങ്ങളെയൊക്കെ തെരഞ്ഞെടുക്കണം ഈശോയെ. കർത്താവെ, ഓരോരുത്തർക്കും വേണ്ടി ഞങ്ങളെ തെരഞ്ഞെടുക്കണം ഈശോ. ഓരോ രാജ്യങ്ങൾക്കും നിങ്ങൾ ആഗ്രഹിച്ചു പ്രാർത്ഥിച്ചേ. അനേകം രാജ്യങ്ങൾക്ക് വേണ്ടി നമ്മളെ തെരഞ്ഞെടുക്കണേ എന്ന് പ്രാർത്ഥിക്കുക. കർത്താവെ ഈശോയെ, ഞങ്ങളെ തെരഞ്ഞെടുക്കണം ഈശോ, ഞങ്ങളെ തെരഞ്ഞെടുക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ സ്തുതിക്കുന്നു. ഒരിക്കൽ കൂടി സർവശക്തിയോടെ ഈശോയെ സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ,
ഓരോരുത്തരെയും നമുക്ക് സമർപ്പിക്കാം. പ്രത്യേകമായിട്ട് സുവിശേഷ വേല ചെയ്യുന്ന എല്ലാവരെയും നമുക്ക് സമർപ്പിക്കാം. ചെറുതും വലുതുമായ സുവിശേഷ വേല ചെയ്യുന്ന എല്ലാ മക്കളെയും നമുക്ക് സമർപ്പിക്കാം. കർത്താവിന്റെ ശിഷ്യരാകാൻ ദൈവം തെരഞ്ഞെടുത്ത എല്ലാ മക്കളെയും നമുക്ക് സമർപ്പിക്കാം. പ്രത്യേകിച്ച് ദൈവരാജ്യ വേലയിൽ പങ്കാളികളായിട്ടുള്ള എല്ലാവരെയും സമർപ്പിച്ച് ചെറിയതും വലുതുമായിട്ട് ശുശ്രൂഷ ചെയ്യുന്ന എല്ലാവരെയും, ലോകമെമ്പാടുമുള്ള ധ്യാന കേന്ദ്രങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് കർത്താവ് എല്ലാ വചന ശുശ്രൂഷകരെ, കൗൺസിലിംഗ് ശുശ്രൂഷകരെ, മധ്യസ്ഥപ്രാർത്ഥന നടത്തുന്നവരെ, കർത്താവെ സഹനം കൊണ്ട് ശുശ്രൂഷ ചെയ്യുന്നവരെ ഒക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ ഈശോയെ, എല്ലാ ശുശ്രൂഷകരും കർത്താവെ, ഒരുപക്ഷെ ശുശ്രൂഷയിൽ നിന്നിട്ട് തകർന്നു പോയവരുണ്ടാവും ഈശോയെ, അവരെ സമർപ്പിച്ച് വീണ്ടും പണിതുയർത്തണേ അപ്പ. കർത്താവ് എല്ലാ മക്കൾക്കും ശുശ്രൂഷ വരം തരണമേ എന്ന് പ്രാർത്ഥിക്കും. നമ്മുടെ രൂപത വിവാദ ശുശ്രൂഷയെ നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ 12 റീജിയണൽ ബൈബിൾ കൺവെൻഷനുകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ സന്നിധിയിൽ നമ്മുടെ വലിയ നോമ്പ് കാല ധ്യാനങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവെ, അഭിയൊന്ന് പിതാവിനെ പ്രത്യേകിച്ച് പിതാവിന്റെ ഓർഡിനേഷൻ ഡേ ആണ്, പിതാവിന്റെ പ്രത്യേകം ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാ വൈദികരെ, ഞങ്ങളുടെ രൂപതയിലെ എല്ലാ വൈദികരെ നമുക്കൊന്ന് സമർപ്പിക്കാൻ പ്രിയപ്പെട്ടവരെ. അതിലൂടെയാണ് നമ്മുടെ രൂപത ഉണരുക. അവര് നമ്മുടെ കൂടുതൽ സഹായിക്കണം, സപ്പോർട്ട് ചെയ്യണം. നമുക്ക് പ്രത്യേകമായിട്ട് അവരെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എല്ലാ സിസ്റ്റേഴ്സിനും, എല്ലാ അൽമായ ശുശ്രൂഷകളും, എല്ലാ ട്രസ്റ്റീസിനെയും ഒക്കെ ഒന്ന് സമർപ്പിച്ച്, വിവിധങ്ങളായ കമ്മീഷനുകളായിരിക്കുന്നവരെയൊക്കെ സമർപ്പിച്ച് നമ്മുടെ മല ഹൃദയത്തിലേക്ക് അവരെല്ലാം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. രോഗികളായിട്ടുള്ളവരുണ്ട്, പ്രത്യേകിച്ച് സമയത്ത് വെന്റിലേറ്ററിലായിരിക്കുന്ന ഒരു കുഞ്ഞിനെ നമുക്ക് പ്രത്യേകം ഒന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ശ്വാസം മുട്ടൽ ഒരുപാട് കൂടുതലാണ്. ഒരു പ്രാർത്ഥന ചോദിച്ചിരിക്കുകയാണ്. ഈശോയ്ക്ക് അസാധ്യമായിട്ടൊന്നും നമ്മുടെ കർത്താവ് ഏറ്റെടുത്തു എന്നുള്ള സന്തോഷത്തോടെ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അനുഗ്രഹിക്കണം ഈശോയെ. കർത്താവെ, ഈ നാളിലെ കുടുംബജീവിതത്തിൽ ഒരുപാട് അസ്വസ്ഥതകൾ അനുഭവിക്കുന്ന അനേകം വ്യക്തികൾ UK യിലുണ്ട്. അവരെയൊക്കെ സമർപ്പിക്കുന്നു. യുവജനങ്ങളെയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയ്ക്ക് അവരെല്ലാം സമർപ്പിച്ചുകൊണ്ട്, നന്മ നിറഞ്ഞ എൻ്റെ അമ്മയെ നിനക്ക് സ്തുതി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവും. അമ്മയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. ഈശോ മിശിഹായുടെ എല്ലാ വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ യോഗ്യരാകുവാൻ